ഇപ്പൊ ഒരു വില്ലന്മാർക്ക് വലിയ പ്രാധാന്യമില്ലല്ലോ സിനിമകൾക്കൊന്നും. സിനിമയിലാ പഴയ കാലത്തെ പോലെ വില്ലന്മാർക്ക് ഒരു ഞാനൊക്കെ വില്ലനട്ടാ. അല്ല, പഴയ കാലത്തെ പോലെ വില്ലൻ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു അങ്ങനെ സിനിമ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വില്ലന്മാരായി പോകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരിലും ഗ്രേ ഷെയ്ഡ് ഉണ്ട്. മറ്റേത് ഒരാളും നന്മ മാത്രം ചെയ്യുന്ന ആളും മറ്റേത് തിന്മ മാത്രം ചെയ്യുന്ന, അതായത് ഭാര്യയോട് പോലും ദേഷ്യത്തിൽ പെരുമാറുന്ന, അമ്മയുടെ അടുത്ത് സാധനം വാങ്ങുമ്പോൾ പോലും അല്ലേ വില്ലന്മാരെ അങ്ങനെയല്ലേ ചെയ്തത്, എല്ലാവരോടും മോശമായിട്ട് പെരുമാറും. അത്തരം ഒരു കാലഘട്ടം ഇപ്പൊ ഇല്ല സിനിമകളിൽ. ഇപ്പൊ എല്ലാവരിലും ഗ്രേ ഷെയ്ഡും ഉണ്ട്. ഈ ഗ്രേ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഈ നെഗറ്റീവിനെ? ഈ നെഗറ്റീവ് പല രീതിക്കും ഉണ്ടാകാമല്ലോ അല്ലേ? നെഗറ്റീവിനെ ഗ്രേ ഷെയ്ഡ് എന്ന് വിളിക്കുന്നത് എന്താണ്? അത് നിങ്ങൾ ഉണ്ടാക്കിയ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ആരുണ്ടാക്കിയ വാക്കാണ്? ഞാൻ പറഞ്ഞു ഞാനും പറയുന്നുണ്ട് ഗ്രേ ഷെയ്ഡ്. ആരിൽ നിന്നും പഠിച്ചുണ്ടാക്കിയ വാക്കാണ്? ഇന്റർവ്യൂവിൽ കേട്ട് പരിചയമുള്ളതാണ് ഗ്രേ ഷെയ്ഡ്. നമ്മൾ നെഗറ്റീവ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ മോശം, അല്ലെങ്കിൽ വില്ലത്തരം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇടയിൽ ഇപ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് വന്നിട്ടുള്ളതാണ്.